കൂർഗില് ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് എത്തുന്ന ഒരു സ്ഥലമാണ് ബൈലക്കുപ്പയിൽ സ്ഥിതി ചെയ്യുന്ന ഗോൾഡൻ ടെമ്പിൾ. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെൻറ്റ്സിൽ ഒന്നാണിത്. നംട്രോളി മൊണാസ്ട്രി എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമയുടെ ഒരു വലിയ ചിത്രം മൊണാസ്ട്രിയുടെ ഏറ്റവും മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ടിബറ്റൻസ് ഇവിടെ എത്തിയത് എന്നറിയോ? 1915 ചൈനീസ് ഇൻവേഷൻ്റെ സമയത്താണ് ടിബറ്റൻസിൻ്റെ കഷ്ടപ്പാട് തുടങ്ങിയതും അവർ അഭയാർത്ഥികളായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തതും. അതിൽ ഭൂരിഭാഗം പേരും ഇന്ത്യയിലാണ് വന്നത്. അവർ ഇതുപോലെ കുറേ സെറ്റിൽമെൻറ്റ്സിലായിട്ട് കഴിയുന്നുണ്ട്. ശ്രീബുദ്ധൻ, പത്മസംഭവൻ, അമിത്യുസ് എന്നീ സന്യാസിമാരുടെ സ്വർണത്തിൽ തീർത്ത ഈ വലിയ പ്രതിമകളാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഇവിടെ മൊത്തം 4 ക്ഷേത്രങ്ങളാണുള്ളത്. സന്യാസിമാരുടെ പ്രതിമകൾ കൂടാതെ എനിക്ക് കൂടുതൽ കൗതുകം തോന്നിയത്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരുപാട് അർത്ഥങ്ങൾ വായിച്ചെടുക്കാൻ പറ്റുന്ന മനോഹരമായ ചിത്രങ്ങളാണ്. അങ്ങനെ ചിത്രങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് അവരുടേതായ എന്തോ ചടങ്ങുകൾ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി പുറത്തു പോയെന്ന് നോക്കി. അങ്ങനെ ക്ഷേത്രങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി കാണാനുള്ളത് ഇവർ താമസിക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ടേക്ക് നമുക്ക് എൻട്രി ഇല്ല. എന്നാലും എങ്ങനെയാണല്ലേ ഒരുപോലത്തെ വസ്ത്രങ്ങൾ ധരിച്ച് ചില ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് ഇത്ര ലളിതമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്? ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ ഇവരുടേതായിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് സെല് ചെയ്യുന്ന കുറേ ഷോപ്സ് എല്ലാം ഉണ്ട്. അവിടെയാണ് ഈ ടിബറ്റൻ ഫുഡൊക്കെ കിട്ടുന്ന ഈ കഫേ കണ്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും മോമോസ് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്തത് മോമോസാണ്. ഒരുപാട് സ്ഥലത്തുനിന്ന് മോമോസ് കഴിച്ചത് കൊണ്ടായിരിക്കും ഈ എരിവ് ഞങ്ങൾക്ക് അത്ര കണ്ട് പിടിച്ചില്ല. പറയാൻ മാത്രം പ്രത്യേകിച്ച് ടേസ്റ്റുള്ള. അടുത്ത ട്രൈ ടിബറ്റൻ ലാഫിംഗ് ആയിരുന്നു. ഫസ്റ്റ് ട്രൈ ആയിരുന്നു. എങ്ങനെ ഇവർ ഇത്ര എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്? ശരിക്കും ഈ ലാഫിംഗ് ഇങ്ങനെ തന്നെയാണോ? എന്താണെങ്കിലും പിന്നെ ഒന്നും ഞങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്യാൻ നിന്നില്ല. ഇനി നേരെ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാട്ടാനെ കാണുന്നുള്ള എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടു. 2 പിടിയാനെ കണ്ടു, പിന്നെ ഒരു കൊമ്പനാനെ കണ്ടു, പിന്നെ നല്ല മഞ്ഞായിരുന്നു. അതുകൊണ്ട് പിന്നെ ആനനെയും പുലിനെയും ഒന്നും കണ്ടില്ല. അങ്ങനെ കൂർഗിലെ കാഴ്ചകൾ തൽക്കാലത്തേക്ക് ഞങ്ങൾ അങ്ങ് അവസാനിപ്പിക്കുകയാണ്.